അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ 5 ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പുണ്യവും ശ്രേഷ്ഠതയും നിറഞ്ഞ സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒന്നുറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ തുടങ്ങി പിന്നെ സുബഹി വരെയാണ് സമയം. 2 റക്അത്താണ് ഏറ്റവും ചുരുങ്ങിയത്. കൂടിയത് എത്രയും ആകാം. പക്ഷേ അല്ലാഹുവിന് ഇഷ്ടം നമ്മൾ പതിവായിട്ട് എത്ര റക്അത്താണോ നിസ്കരിക്കുന്നത് അത് സ്ഥിരമായിട്ട് നിർവഹിക്കുന്നതാണ്. പിന്നെ പതിവായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നത് കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിന് ഏത് സൂറത്തും ഓതാം. പക്ഷേ നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൂറത്ത് ഓതുന്നതാണ് നല്ലത്. എല്ലാവരും പുതച്ചു മൂടിക്കിടക്കുന്ന സമയത്ത് നമ്മളും അല്ലാഹുവും മാത്രം അറിയുന്ന നിസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ശരിക്കുമുള്ള പ്രതിഫലത്തിൻ്റെ കണക്ക് അല്ലാഹുവിന് മാത്രമേ അറിയൂ. തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കണ്ണിന് കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് വേണ്ടി അല്ലാഹു മാറ്റിവെച്ചിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല എന്നാണ്. തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ ദുനിയാവിൽ കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളെക്കുറിച്ച് നോക്കാം. ആരും ചിന്തിക്കാത്ത ഒരു കണ്ണും കാണാത്ത ഒരു കാര്യം കേൾക്കാത്ത അത്ഭുത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവിധ പ്രയാസങ്ങൾക്കും മാനസിക ശാരീരിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് തഹജ്ജുദ് നിസ്കാരം. എന്ത് വലിയ ദുആക്കും പെട്ടെന്ന് ഉത്തരം ലഭിക്കും. എത്ര വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പൊരുത്തപ്പെടും. എനിക്കിനി നന്നാവണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഹൃദയത്തിലുള്ള അസൂയ, അഹങ്കാരം, കുശുമ്പ്, ദേഷ്യം നീക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ മതി. അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ അടയാളം. എത്ര വലിയ അസുഖങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. എല്ലാവിധ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാവൽ ലഭിക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്നവൻ്റെ അടയാളമായി മുഖത്ത് പ്രകാശം നൽകും. കുടുംബക്കാർക്കിടയിലും ജനങ്ങൾക്കിടയിലും എല്ലാം ഇഷ്ടപ്പെടുന്നവനാകും. ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധിയുള്ള സംസാരം വരുകയും ഇതുവഴി ജനങ്ങൾക്കിടയിൽ ഒരു വിലയും സ്വാധീനവും ലഭിക്കുകയും ചെയ്യും. നമ്മൾ അറിയാത്ത വഴികളിലൂടെ അറിവുകൾ സമ്പാദിക്കാൻ കഴിയും. ടെൻഷൻ, ഡിപ്രഷൻ ഇവയ്ക്കുള്ള പരിഹാരം കൂടിയാണിത്. പിന്നെ നമ്മുടെ ഭാരമെല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണിത്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ചില അടിമകളുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവർ എൻ്റെ മുന്നിലേക്ക് വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ ഞാൻ അവനെ ഓർക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം കുലുങ്ങിപ്പോകും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാണ് ആ ചില ആളുകൾ? അല്ലാഹു പറഞ്ഞു, നബിയെ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് 1-ാം ആകാശത്തു നിന്ന് ഞാൻ ഭൂമിയിലേക്ക് നോക്കും. ആ സമയത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ. അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ ഒരു നേട്ടം മാത്രം പോരെ നമുക്ക് തഹജ്ജുദ് നിസ്കാരം പതിവാക്കാൻ? തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ആഖിറത്തിൽ കിട്ടുന്ന കുറച്ച് നേട്ടങ്ങളെക്കുറിച്ച് നോക്കാം. ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തും. ഖബറിൽ നിന്നും മുഖം പ്രകാശിച്ചവനായി പുറത്തു വരും. അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. സിറാത്ത് പാലം ഇടിമിന്നൽ വേഗത്തിൽ കടക്കും. ഖിയാമത്ത് നാളിൽ വലത് കൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും. സന്തോഷത്തോടെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകും. തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ നമ്മൾ സ്വർണ്ണ കുതിരപ്പുറത്താണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗത്തിൽ നമുക്ക് തിളങ്ങുന്ന കൊട്ടാരം അല്ലാഹു പണിത് വെച്ചിട്ടുണ്ട്. പുറത്തു നിന്ന് നോക്കിയാൽ അകത്തേക്കും അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്കും കാണാൻ കഴിയുന്ന മനോഹര കൊട്ടാരം.
ഇനി പറയാൻ പോകുന്ന 2 നേട്ടങ്ങൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവന് ഏറ്റവും സന്തോഷം നൽകുന്നതാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിനെ കാണലാണ്. ആ അനുഗ്രഹം ലഭിക്കും. സ്വർഗത്തിൽ വെച്ച് അള്ളാഹു എല്ലാവരുടെയും മുന്നിൽ സലാം പറയും. പക്ഷേ നേരിട്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സലാം മടക്കുവാനുള്ള ഭാഗ്യം തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്കാണ്. എത്രയൊക്കെ നേട്ടങ്ങളാണ് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്ക്. അള്ളാഹു നമ്മളെ എല്ലാവരെയും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയം ആഗ്രഹിക്കുന്നവരും അള്ളാഹുവിനെ കാണുവാനും അള്ളാഹുവിനോട് നേരിട്ട് സ്വലാം മടക്കുവാൻ ആഗ്രഹിക്കുന്നവരും തഹജ്ജുദ് നിസ്കാരം പതിവാക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു തആല നടത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.